മുഖശസ്ത്രക്രിയയെ പറ്റിയാണ് ഇന്ന് മൈ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ പറ്റി ഇന്ന് സംസാരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്യാം സുന്ദറാണ്. ഡോക്ടർ നമസ്കാരം. മുഖ സൗന്ദര്യ ശസ്ത്രക്രിയയിൽ എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? മുഖ സൗന്ദര്യ ശസ്ത്രക്രിയ ഒരു വലിയ ചികിത്സാ വിഭാഗമാണ്. അതിലൊരു ഉപവിഭാഗമായ ഓർത്തോഗ്നാറ്റിക് സർജറി അല്ലെങ്കിൽ വൈകല്യമുള്ള താടിയെല്ലുകളെ ക്രമീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ രീതിയെപ്പറ്റി പറയാനാണ് നാം ഇന്ന് പോകുന്നത്. എന്തൊക്കെയാണ് മുഖ സൗന്ദര്യ ശസ്ത്രക്രിയയിൽ പ്രധാനമായും ചെയ്യാറുള്ളത്? താടിയെല്ലുകളുടെ വൈകല്യങ്ങൾ പല കാരണങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് വളരെ കൺജനേറ്റലായിട്ട് ജന്മന ഉണ്ടാകുന്ന മുഖവൈകല്യങ്ങൾ തൊട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മൾ വളർച്ചയോടുകൂടി ഉണ്ടാകുന്ന മുഖവൈകല്യങ്ങൾ തൊട്ട് നമ്മുടെ പല ഹാബിറ്റ്സ്, ഉദാഹരണത്തിന് വാ തുറന്നുറങ്ങുക, അതുപോലെ വിരൽ കുടിക്കുന്ന രീതികൾ, അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിഫോമിറ്റീസ്, ആക്സിഡൻ്റ് കൊണ്ടുണ്ടായ മുഖവൈകല്യങ്ങൾ, ചികിത്സിക്കപ്പെടാതെ പോയ മുഖവൈകല്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ താടിയലിന് മുഖവൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം നാം ചെയ്യുന്ന ചികിത്സ, കറക്റ്റീവായിട്ടുള്ള ചികിത്സയാണ് ഓർത്തോഗ്നാറ്റിക് സർജറി. കൂടുതലായിട്ടും ആളുകളിൽ ഏത് തരം വൈകല്യമാണ് ഉണ്ടാകാറുള്ളത്? താടിയെല്ല് നീണ്ടും അതുപോലെ തന്നെ അകത്തേക്ക് ചുരുങ്ങിയും കണ്ടിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ വൈകല്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ വൈകല്യങ്ങൾ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ മേൽത്താടി വളരെ മുന്നോട്ട് നീണ്ട്, ഇല്ലെങ്കിൽ അതേസമയം തന്നെ കീഴ്ത്താടി വളരെ ചെറുതായിരിക്കുന്നു. ചിലർക്ക് കീഴ്ത്താടി വളരെ മുന്നോട്ടായിരിക്കും, മേൽത്താടി വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഒരു സജൈറ്റിൽ മുന്നോട്ടും പുറകോട്ടുമുള്ളൊരു താടിയെല്ലിൻ്റെ വൈകല്യങ്ങളാണ് വളരെ കൂടുതൽ കാണുന്നത്. എന്നിരുന്നാലും ഈ ഏരിയയിൽ മിഡ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈകല്യങ്ങൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. ഇതുപോലെ മുഖത്തിലെ താടിയെല്ലുകൾ മാത്രമല്ല, നമ്മുടെ തലയോട്ടി തൊട്ടുള്ള ഏരിയകളിൽ നിന്നുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ചികിത്സയാണ് കൊടുക്കാറുള്ളത്. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഹലോ, ഞാൻ വഴിക്കടന്നാണ് വിളിക്കണത്. ഓക്കെ, പറഞ്ഞോളൂ. വഴിക്കടന്നാണ് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ട്. ഈ മുഖത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഈ കുരു പൊന്തുന്ന പ്രശ്നമുണ്ട്, അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന താടിയെല്ലുകളുടെ വൈകല്യങ്ങളെ കുറിച്ചാണ്. മുഖത്തെ കുരുക്കൾ ഉണ്ടാകുന്നത് പൊതുവെ ഒരു ത്വക്ക് രോഗ വിദഗ്ധൻ ആണ് അത് കൈകാര്യം ചെയ്യേണ്ട ആൾ. എന്നിരുന്നാലും പല കാരണങ്ങൾ കൊണ്ട് മൂക്കൊരു വരുന്നുണ്ട്. എന്നാലും ഒരു ത്വക്ക് രോഗ വിദഗ്ധനെ കണ്ട് അഭിപ്രായം ആരായുന്നതായിരിക്കും കൂടുതൽ ഉചിതം എനിക്ക് തോന്നുന്നു. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയായിരുന്നു. അതെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു താടിയുടെ നീളം കൂടുതൽ അല്ലെങ്കിൽ താടി ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള എന്ത് ശസ്ത്രക്രിയയാണ് അവിടെ ചെയ്യുന്നത്? നമ്മളിപ്പോൾ താടി മുന്നോട്ട്, കീഴ്ത്താടി ഉദാഹരണത്തിന് മുന്നോട്ടിരിക്കുകയാണെങ്കിൽ അത് തിരിച്ചതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പൊസിഷനുണ്ട്. നമ്മളിപ്പോൾ എല്ലാ റേസുകൾക്കും, ഇപ്പോൾ ഏഷ്യൻ ആയാലും കോക്കേഷ്യൻ ആയാലും ആഫ്രിക്കൻ ആയാലും പൊതുവെ സാമ്പ്രദായം പൊതുവെ കുറേ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്. ഒരു ഐഡിയൽ ഫേസിന് വേണ്ടിയുള്ളൊരു കുറേ കണക്കുകളുണ്ട്. ഇതനുസരിച്ചുള്ള ചില പഠനങ്ങൾ നമ്മൾ ഈ രോഗിയുടെ എക്സ്റേയിൽ നടത്തുന്നതും അതിനുശേഷം എത്ര മില്ലിമീറ്ററാണ് താടിയിൽ മുന്നോട്ടിരിക്കുന്നത് നമ്മളൊരു അസസ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം വായയുടെ അകത്തുകൂടി, പുറമെ യാതൊരുവിധ പാടുകളും ഈ സർജറിക്ക് ഉണ്ടാകുന്നതല്ല, വായയുടെ അകത്തൂടെ ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ ഈ എല്ലുകൾ അതിൻ്റേതായ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് പുതിയ സ്ഥാനത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഫിക്സ് ചെയ്യാൻ വേണ്ടി. പുതിയൊരു പൊസിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ളൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലേക്ക് ഈ രോഗിയുടെ രൂപത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. വളരെയേറെ നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം ഉള്ളൊരു സർജറിയാണിത്. താടിക്ക് ഇപ്പോൾ ഒരുപാട് നീട്ടമുണ്ടെങ്കിൽ അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുവാണോ ചെയ്യുന്നത്? ഇല്ല, താടിയിൽ ഒരിക്കലും കട്ട് ചെയ്ത് കളയുന്നില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള കീഴ്ത്താടിയലിനെ പ്രത്യേക രീതിയിലൂടെ രണ്ടാക്കി മുറിക്കുകയും ഒരു ഭാഗത്തെ മറ്റേ ഭാഗത്തിലൂടെ സ്ലൈഡ് ചെയ്ത് പുറകോട്ടാക്കുകയാണ് ചെയ്യുന്നത്. താടിയെല്ലാം ഒരിക്കലും മുറിച്ച് മാറ്റില്ല. വളരെ തെറ്റായ ഒരു ധാരണയാണ്. വളരെ ഒരു ചെറിയ ഭാഗം, ആ എക്സസ് വരുന്ന ചെറിയ ഭാഗം ചെറുതായിട്ട് മാറ്റുന്നതല്ലാതെ താടിയിൽ മുറിച്ച് മാറ്റാൻ പ്രായോഗികമായിട്ടും സാധിക്കുകയില്ല. ബിക്കോസ് അതിൻ്റെ അകത്തൂടെ വളരെ നമ്മുടെ സ്പർശനശേഷിയുള്ള ചില ഞരമ്പുകളൊക്കെ പോകുന്നുണ്ട്. ഒരിക്കലും താടിയെല്ലാം അങ്ങനെ മുറിച്ച് മാറ്റാറില്ല. കീഴ്ത്താടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മേൽത്താടിയിൽ എന്തൊക്കെ വൈകല്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്? മേൽത്താടിയിൽ നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ടുള്ള ഡയറക്ഷനിൽ
വളരെ മുന്നോട്ട് പൊങ്ങിയിരിക്കുന്ന മേൽത്താടി ഉണ്ടാവും. അതുപോലെ വളരെ പുറകോട്ടിരിക്കുന്ന മേൽത്താടി ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ഈ കവിളൽ എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഒട്ടും പ്രോമിനൻ്റ് അല്ലാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിന് മൊത്തം ഈ മിഡ് ഫേസ് ഒരു തരം തീർത്തും ഫ്ലാറ്റായിരിക്കും. നമ്മളിപ്പോൾ ചില റേഷ്യൽ ആൾക്കാരെ പോലെ ഈ കവിളല് വളരെ പ്രൊമിനൻ്റ് അല്ലായിരിക്കും. ഒരുപക്ഷെ ഏഷ്യക്കാർക്ക് കവിളല് തീരെ കുറവാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുപോലെ അങ്ങനെയുള്ള അവസരങ്ങളിൽ മേൽത്താടിയും മുന്നോട്ടോ പുറകോട്ടോ മേലോട്ടോ ആവശ്യമനുസരിച്ച് ക്രമീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. മേൽത്താടി അതുപോലെ തന്നെ ചിലർ ചിരിക്കുമ്പോൾ വളരെയേറെ മോണ കാണുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. സാധാരണ ഒരു വ്യക്തി ചിരിക്കുമ്പോൾ പല്ലിൻ്റെ മുഴുവൻ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, മോണ അധികം കാണാറില്ല. പക്ഷേ ചിലർ ചിരിക്കുമ്പോൾ പൂർണ്ണമായി കാണുന്നതായിട്ട് പലരും കംപ്ലൈൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇതിന് ഒരു റീസൺ ഈ മേൽത്താടി കുറച്ച് താഴേക്ക് കൂടെ വളർന്നിട്ടുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ നീട്ടം മേൽത്താടി പുറകോട്ടും മേളിലേക്കും ഒരുപോലെ ക്രമീകരിക്കാനുള്ള ശസ്ത്രക്രിയ സംവിധാനം ഓർത്തോഗ്നാത്തിക് സർജറിയിലുണ്ട്. ഈ താടിയിലല്ലാതെ മുഖസൗന്ദര്യത്തിനായി മറ്റ് ശസ്ത്രക്രിയകൾ ഏതൊക്കെ ഭാഗത്താണ്? ഇപ്പോൾ കീഴ്ത്താടിയുടെയും മുഖത്താടിയുടെയും കാര്യം പറഞ്ഞു, അതല്ലാതെ ഏതൊക്കെ ഭാഗത്ത് മറ്റ് ശസ്ത്രക്രിയകൾ നടത്താറുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സിൻഡ്രോംസ് ഉണ്ട്, ക്രേനിയോഫേഷ്യൽ സിൻഡ്രോംസ് എന്ന് പറയും. ചില പ്രത്യേക സിൻഡ്രോംസിൽ, ഉദാഹരണത്തിന് അപ്പേർട്ട് സിൻഡ്രോം, ക്രൂസൺ സിൻഡ്രോം എന്ന് മുതലായ ചില ക്രേനിയോഫേഷ്യൽ സിൻഡ്രോംസ് ഉണ്ട്. അത് ചില ഹെറിഡിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ചില ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതിന് മുഖവൈകല്യത്തിനോടൊപ്പം തന്നെ നമ്മുടെ തലയോട്ടിക്കും നമ്മുടെ അതിൻ്റെ ആകൃതിയിലും രൂപത്തിലും എല്ലാം വ്യത്യാസം വരാറുണ്ട്. വളരെ എന്താണ് പറയുക, തീർത്തും ഒരു അക്സെപ്റ്റബിൾ അല്ലാത്തൊരു ഫേഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും ഇതിനുള്ള ഈ ഗ്രോത്തിൻ്റെ സമയത്ത് തന്നെ ഈ തലയോട്ടി നമ്മൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ മുഖത്തെ വൈകല്യങ്ങളും പരിഹരിക്കാറുണ്ട്. പലപ്പോഴും ഇതൊരു 1, 2, 3 സ്റ്റേജായിട്ട് ചെയ്യുന്നൊരു ശസ്ത്രക്രിയയായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഒരു കോളറുണ്ട്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. എൻ്റെ പേര് ശ്യാമെന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഈ താടിയിൽ നീണ്ട് ഇരിക്കുന്ന ഒരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. മേൽത്താടിയിലാണോ കീഴ്ത്താടിയിലാണോ? കീഴ്ത്താടിയിൽ. ശരി. അപ്പോ ഇത് സർജറി നേരെയാക്കാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എത്ര വയസ്സുണ്ട്? 26 വയസ്സ്. 26 വയസ്സ്. പല്ലിന് എന്തെങ്കിലും ചികിത്സ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? പല്ലിന് ക്ലിപ്പ് ഇടുക അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. പല്ല് മേൽപ്പല്ല് പൊങ്ങിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. അത് എന്തെങ്കിലും ചികിത്സ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ പറഞ്ഞത് പല്ലിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ താടിയിൽ നീണ്ടെന്നാണ് പറഞ്ഞത്. പണ്ട്, അതായത് ഒരു 6-7 കൊല്ലം മുമ്പാണ് ഡോക്ടറെ കണ്ടിരുന്നത്. ഓക്കെ. വളർച്ച പൂർണ്ണമായ ശേഷം താടിയിൽ നീണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർത്തോഗ്നാത്തിക് സർജറി, ഒരു താടിയെല്ല് പുറകോട്ടാക്കുന്ന ഒരു ശസ്ത്രക്രിയയായിരിക്കും മിക്കവാറും താങ്കൾക്ക് വേണ്ടി വരിക. അതുപോലെ അതിൻ്റെ കൂടെ മേൽത്താടിയുടെ ഇപ്പോഴുള്ള പൊസിഷൻ നോക്കണം. മേൽത്താടി നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ കീഴ്ത്താടി പുറകോട്ട് മാറ്റുന്ന സർജറി മാത്രം മതിയാവും. ഈ താടിയിൽ നീണ്ടതിന് കൂടെ മേൽത്താടി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മേൽത്താടി കുറച്ച് മുന്നോട്ടാക്കുകയും അതിനനുസരിച്ച് കീഴ്ത്താടി കുറച്ച് പുറകോട്ടാക്കുകയും ചെയ്യുന്നൊരു 2 ജോ സർജറി വേണ്ടി വരും. എന്നാലും ഞാൻ താങ്കൾ പറയുന്നത് കേട്ട് മിക്കവാറും ഒരു സർജിക്കൽ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനു മുമ്പ് ഇപ്പം വളരെ പ്രത്യേകം പറയേണ്ട കാര്യം, പലരും ഇത് ഒരു തീരുമാനത്തിലെത്താൻ വൈകുന്നതുകൊണ്ട് ചിലർ ക്ലിപ്പ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഓർത്തോഗ്നാത്തിക് സർജറിക്കും ക്ലിപ്പ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. എന്നിരുന്നാലും 2 ട്രീറ്റ്മെൻറ്റും 2ആണ്. ഇത് പലരും മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു വിദഗ്ധനെ കാണിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു വിദഗ്ധ ഉപദേശം താങ്കൾ കിട്ടുന്നതായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഓപ്പറേഷൻ വേണ്ട ഒരു കേസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് ഈ സർജറി നടത്തുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഏതൊക്കെ ഘട്ടമാണ്? ആദ്യ ഘട്ടം എന്താണ്? 3 തരം ആൾക്കാരാണ് സാധാരണ നമ്മളെ കാണാൻ വരുന്നത്. ഒന്ന് പ്യുവർലി എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭംഗി മാത്രം, ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രം നന്നാവണമെന്ന് ഉദ്ദേശിച്ച ആൾക്കാർ. പിന്നെ കുറച്ച് ശതമാനം ആൾക്കാർ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ, എനിക്ക് കോൺഫിഡൻസ് പോരാ, എൻ്റെ മുഖത്തിന് ഭംഗി പോരാ എന്ന് ചിന്തിച്ച് വരുന്നവരുണ്ട്. മൂന്നാമതൊരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം അഭിമുഖീകരിക്കുന്ന വിഭാഗം. ഈ താടിയലിൻ്റെ ക്രമീകരണം ഒരു വൈകല്യമുള്ളപ്പോൾ അതിനൊപ്പം തന്നെ പല്ലുകളുടെ ഒരു ക്രമീകരണം പലപ്പോഴും തെറ്റായിരിക്കാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം ചവയ്ക്കാൻ സാധിക്കുന്നില്ല. ഒരു വിഭാഗം പേർക്ക് ജോയിൻറ്റ് പെയിൻ ഒരുപാടുണ്ടാകുന്നു. ഒരു വിഭാഗം പേർക്ക് ഈ വൈകല്യമുള്ളതുകൊണ്ട് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നു. ഒരു വിഭാഗം ആൾക്കാർക്ക് താടിയിൽ പുറകോട്ടിരുന്നാൽ കൂർക്കം വലി ഉണ്ടാകുന്നു.
ഇനി ഫങ്ഷണൽ പ്രശ്നമുള്ളവർ ആണ് ഏറ്റവും കൂടുതൽ ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. ഇവർക്ക് ആദ്യമായി പല്ലിൻ്റെ ഒരു ഘടന ഈ ഓപ്പറേഷന് മുമ്പ് ഡോക്ടർ കോൾ ഉണ്ട്, അതിനുശേഷം മടങ്ങിയെത്താം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ സാർ, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുവാണേ. കേൾക്കുന്നുണ്ട്, പറയൂ. ആ കോളിൽ എന്തോ ഉൾപ്പെടുന്നു. നമ്മൾ ആ സ്റ്റെപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 6 മാസം 3 to 6 മാസം നമ്മൾ ഈ സർജറിക്ക് വേണ്ടിയുള്ളൊരു ചില ഓർത്തഡോണ്ടിക് ചികിത്സയുണ്ട്. നമ്മൾ ക്ലിപ്പിൻ്റെ ചികിത്സ പറഞ്ഞ പോലെ റെഗുലറായിട്ടുള്ള പേഷ്യൻസിനുള്ള ഒരു ക്ലിപ്പിൻ്റെ ചികിത്സയല്ല നമ്മൾ ഈ സർജറിക്ക് വേണ്ടി ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായി രോഗിയോട് പറഞ്ഞ ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. സർജറിക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക ക്രമീകരണങ്ങളുണ്ട്. പല്ലിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു 3 to 6 മാസം വരെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിന് ശേഷം സർജറി ചെയ്യുന്നതാണ് അഭികാമ്യം. എന്നിരുന്നാലും ചില അവസരങ്ങൾ നമ്മൾ നേരിട്ടും സർജറി ചെയ്യാറുണ്ട്. പല്ലിൻ്റെ ആ ഒരു ഘടന നോക്കിയ ശേഷം മാത്രമേ നേരിട്ട് സർജറിക്ക് പോകണോ ഇല്ല ഈ സർജറിക്ക് മുമ്പുള്ള ക്ലിപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം സർജറിക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ. അതുകൂടാതെ സർജറി കഴിഞ്ഞാലും ഫൈനായിട്ടുള്ള ദന്ത ക്രമീകരണങ്ങൾ ആവശ്യമാണ്. അതിനൊരു 3 മാസം തൊട്ട് 6 മാസം വരെ അതിനും വേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ രോഗിയോട് ഈ ചികിത്സയുടെ മുഴുവൻ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു എത്ര കാലം എടുക്കുമെന്ന് പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ സാധാരണ സർജറി ചെയ്യാറുള്ളൂ. അപ്പോൾ സർജറിക്കായി വരുന്ന ഒരാൾ സർജറിക്ക് മുമ്പായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം? ആഹാരം കഴിക്കുന്നതിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? യാതൊരു നിയന്ത്രണവുമില്ല. സർജറിക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ആൾ രോഗിയല്ലല്ലോ. വേറെ അസുഖമൊന്നും, വേറെ ഫിസിക്കലി പേഷ്യൻ്റ് ആരോഗ്യമായിരിക്കും, വേറെ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ സർജറിക്കുള്ള തയ്യാറെടുപ്പ്, ഒരു മാനസികമായ തയ്യാറെടുപ്പ് വളരെ ആവശ്യമാണ്. കാരണം ഒരുപക്ഷെ വളരെയേറെ വൈകല്യമുള്ള ഒരാൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്രയേറെ ഡ്രാസ്റ്റിക്കൽ ഒരു മുഖത്തൊരു ഡിഫറൻസ് ഉണ്ടാകും. അതൊന്ന് സൈക്കോളജിക്കലി ഒരു പുതിയൊരു മുഖത്തെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് വേണം രോഗിക്ക്. മറ്റത് ഒരാഴ്ച 2 ആഴ്ച ഒരാഴ്ചയെങ്കിലും ഒരു 3-4 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഒരുപാട് നീരുണ്ടാവും, വീക്കമുണ്ടാവും. അപ്പം അത് ഇനീഷ്യലി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വേണം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എന്റെ മകളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പല്ലില് മുൻപ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ശരി, ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതിനുശേഷം ഇപ്പൊ ക്ലിപ്പ് എല്ലാം ഊരിയെങ്കിലും ഈ ചിരിക്കുമ്പോ മോണ വല്ലാതെ കാണുന്നു. അപ്പൊ അത് വല്ലാതെ ഒരു അപാകതയായിട്ട് തോന്നണം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ക്ലിപ്പ് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ പല്ല് എടുത്തിട്ടാണോ ചെയ്തത്? പല്ല് ഓർമ്മയുണ്ടോ മാഡത്തിന്? അതെ, പല്ലെടുത്തതിന് ശേഷം 2 ഭാഗത്തുനിന്നും പല്ലെടുത്തതിന് ശേഷമാണ് ചെയ്തത്. അപ്പൊ കവിള് ഒരല്പം ഒറ്റ പോലെയും തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർജറി തീരുമാനിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു ക്ലിപ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സർജറിക്കുള്ള സാധ്യത വളരെ കുറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും അറിയാൻ വേണ്ടിയിട്ടാണ് സാർ. അതെ, എന്നാലും സാധ്യതകളുണ്ട്. എന്നിരുന്നാലും പേഷ്യൻറ്റിനെ നേരിട്ട് കാണാതെ ഒരിക്കലും സർജറി സാധ്യമാണോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വൈകല്യം തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് കാത്തിരിക്കേണ്ടതായിട്ട്? മുച്ചിറി മുറിച്ചുണ്ട് പോലുള്ള വൈകല്യങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാവുന്നതാണ്. എന്നാൽ സിൻഡ്രോമിക് പേഷ്യൻസിന് ഉദാഹരണത്തിന് പിയർ റോബിൻ എന്നൊരു സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ വലിപ്പം കുറഞ്ഞ താടിയില്ലായിരിക്കും. അപ്പോൾ കുട്ടിക്ക് ജനിക്കുമ്പോഴേ തന്നെ ശ്വസിക്കാനും ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പലപ്പോഴും ട്രക്കിയോസ്റ്റമി വരെ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ഏർലി സർജറി പറയാറുള്ളൂ. ഒരു റീസണബിൾ അല്ലാതെ സർജറിക്കെല്ലാം റീസണബിൾ പ്രായമായ ശേഷം മാത്രമേ നമ്മൾ സർജറി ചെയ്യാറുള്ളൂ. പിയർ റോബിൻ പോലുള്ള കണ്ടീഷനിൽ മാത്രം ഏർലി ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. മുച്ചുണ്ട് അതുപോലുള്ള 6 മാസം 1 വയസ്സ് മറ്റേ ചുണ്ടും പാലറ്റും 1 വയസ്സിൽ പാലറ്റും ഒക്കെ ചെയ്യുന്ന സർജറി വളരെ നേരത്തെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ താടിയലിനെ സംബന്ധിച്ചോളം ഡിലേ അത്ര വന്നാലും കുഴപ്പമില്ല. വളരെ ചില സിൻഡ്രോമുകൾക്ക് മാത്രമേ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂൻ ചെയ്യാറുള്ളൂ. സർജറി അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ താടിയല് നീളാതിരിക്കാൻ ഒക്കെ? കുട്ടി വളരുന്നൊരു പ്രായത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് 2 പല്ല് പാൽപ്പല്ലുകളും പെർമനൻറ്റ് പല്ലുകളും ഒരു പ്രത്യേക ഒരു പ്രായമുണ്ട്. ഉദാഹരണത്തിന് 8 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ. ആ സമയത്ത് ഒരു ഗ്രോത്ത് സ്പർട്ട് നടക്കുന്ന ഒരു സമയമാണ്, വളർച്ച കൂടുന്ന സമയമാണ്. ഈ സമയത്ത് പലപ്പോഴും നമ്മൾ ഈ കുട്ടിക്ക് താടിയിൽ വളരുന്നുണ്ടെന്ന് നമുക്ക് പലപ്പോഴും ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവുന്ന ഘട്ടങ്ങളിൽ ചില
ഇൻറസെപ്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി അവോയ്ഡ് ചെയ്യാൻ വേണ്ട ചില ചികിത്സാ രീതികൾ നമ്മൾ അവലംബിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ചില കുട്ടികൾ തലയിലൊരു ഇവിടെ ഒരു ക്യാപ്പ് പോലെയും തലയിലേക്ക് കെട്ടി ഒരു ഹെഡ് ഗിയർ പോലെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരു പരിധി വരെ ഗ്രോത്ത് മോഡുലേഷനും റെസ്ട്രിക്ഷനും നമ്മൾ ഗുണമുണ്ട്. എന്നിരുന്നാലും വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ചില ഗ്രോത്ത് പാറ്റേൺ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ചികിത്സകൾ ചെയ്താൽ പോലും ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും നമുക്ക് സർജറി ആവശ്യമായിട്ട് വരും. നമ്മൾ മുഖവൈകല്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ആക്സിഡൻറ്റ് കൊണ്ടും മുഖവൈകല്യം ഉണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആക്സിഡൻറ്റിൽ മുഖവൈകല്യം ഉണ്ടായാൽ ആ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സർജറികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മുഖവൈകല്യത്തിനുള്ളത് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതോ കുറച്ച് വൈകിയാലും പ്രശ്നമുണ്ടോ? ഈ ചികിത്സ ഉടനടി വേണോ പിന്നെ വേണോ എന്നുള്ള തീരുമാനിക്കേണ്ടത് പേഷ്യൻ്റെ ജനറൽ മെഡിക്കൽ കണ്ടീഷൻ ഉദ്ദേശിച്ചാണ്. എസ്പെഷ്യലി ഈ ഡോക്ടർ കോൾ ഉണ്ട്, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എത്താം. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഇത് കണ്ണൂരിൽ നിന്നാണേ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ശരി, കാലിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അതിന്റെ പാടുകളൊക്കെ ഉണ്ട്. അത് കൂടാതെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കുന്നുണ്ട്. മുഖത്താണോ പ്രോബ്ലം? മുഖത്തല്ല, കാലിനാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മുഖത്തിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്, ശസ്ത്രക്രിയയാണ്, കാലിനോട് ബന്ധപ്പെടുത്തിയുള്ളതല്ല. അതുകൊണ്ട് എനിക്കത് ആധികാരികമായി പറയണമെങ്കിൽ ഒരു ഓർത്തോപെഡിക് സർജനോ ഒരു പ്ലാസ്റ്റിക് സർജനോ ആയിരിക്കും അത് പറയേണ്ടത്. ഓക്കെ, നമ്മൾ ആക്സിഡൻറ്റ് വന്നതിന് ശേഷം മുഖസൗന്ദര്യത്തിനുള്ള ശസ്ത്രക്രിയ എപ്പോൾ ചെയ്യണമെന്നുള്ള ചോദ്യം. പേഷ്യൻ്റെ ജനറൽ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നോക്കിയിട്ടേ നമ്മൾ സർജറി ഉടനെ വേണ്ടെന്ന് തീരുമാനിക്കാറുള്ളൂ. ഉദാഹരണത്തിന് ഹെഡ് ഇഞ്ചറി ഉള്ള ന്യൂറോ സർജറി, ഹെഡ് ഇഞ്ചറി ഉള്ള ഒരു പേഷ്യൻറ്റിന് തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളോ മാരകമായ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ അതിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുകയും നമ്മുടെ മുഖത്തിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഫ്രാക്ചർ അതെല്ലാം നമ്മൾ പിന്നെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പേഷ്യൻറ്റിന് ഹെഡ് ഇഞ്ചറി പ്രശ്നങ്ങളൊന്നുമില്ല, ജനറലായിട്ടുള്ള അതുപോലെ ബ്ലണ്ട് ഇഞ്ചറി, അബ്ഡമൻ ഇഞ്ചറി, അങ്ങനെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഉടനടി ചെയ്യുന്ന സർജറിയുടെ റിസൾട്ട് നന്നായിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഉടനടി ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ ഇഞ്ചറി ഉണ്ട്, മറ്റേ മൂക്കിൽ കൂടിയുള്ള ബ്രെയിനിലെ ഫ്ലൂയിഡിൻ്റെ സ്രാവമുണ്ട്, അങ്ങനെയുള്ള കേസുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു 1-2 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതിന് റെഗുലർ സർജറി അല്ല, പോസ്റ്റ് ട്രോമാറ്റിക് ഡിഫോമിറ്റി, ഓൾറെഡി ഉണ്ടായിട്ടൊരു ഡിഫോമിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. ഒരു പ്രാഥമികമായി ചെയ്യുന്ന സർജറിയേക്കാളും കൂടുതൽ സമയം വേണ്ടതും ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിഫക്ട് സർജറീസ്. എന്നിരുന്നാലും പലരും ഉടനടി ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സർജറികൾ ഒരുപാട് ഡിഫക്റ്റീവ്സ് ഉള്ള സർജറീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ച് മുമ്പ് പറഞ്ഞു ഈ സർജറി ചെയ്യുമ്പോൾ ടൈറ്റാനിയം കൊണ്ടുള്ള സ്ക്രൂസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് സർജറിക്ക് ശേഷം പിന്നീട് അത് ശരിയായ ശേഷം നമ്മളത് മാറ്റേണ്ടതായിട്ടുണ്ടോ? പണ്ട് കാലങ്ങളിൽ നമ്മൾ വയറിംഗ് ആണ് ചെയ്തിരുന്നത്. ഈ 2 അസ്ഥി തമ്മിൽ യോജിപ്പിക്കാൻ വയറിംഗ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ മിനി പ്ലേറ്റ്സ് അത് കടന്നിപ്പോൾ തന്നെ റിസോർവായി പോകുന്ന റിസോർവബിൾ പ്ലേറ്റ്സ് വരെ ഉണ്ട്. ഇപ്പോൾ ഈ ടൈറ്റാനിയം പ്ലേറ്റ്സ് പൊതുവെ നമ്മളിത് ഊരി മാറ്റാറില്ല. അതിൻ്റെ ആവശ്യം വളരെ വിരളമായിട്ടേ വരാറുള്ളൂ, വളരെ വിരളമായ ഇൻഫെക്ഷൻ വരാറുള്ളൂ. സാധാരണ രോഗി നിർബന്ധിച്ചാൽ വളരെ എനിക്കിങ്ങനെ ഒരു വായിലിതുണ്ട് മാറ്റണമെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ സാധാരണ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല സാധാരണ. കുറച്ച് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് സർജറിക്ക് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം, അത് സർജറി സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, സർജറിക്ക് ശേഷം ആഹാര കാര്യത്തിൽ എന്തൊക്കെ കട്ടിയുള്ള ആഹാരം കഴിക്കാമോ, കോട്ടുവായി ഇടുന്നതിന് പ്രശ്നമുണ്ടോ? കോട്ടുവായി ഇടുന്നതിന് പ്രശ്നമില്ല. സർജറി കഴിഞ്ഞ ശേഷം ഒരുപാട് നീരുണ്ടാവും, അതുപോലെ കട്ടിയുള്ള ആഹാരം നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറില്ല. സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് കട്ടി കുറഞ്ഞ തണുത്ത ആഹാരം മാത്രമേ പറയാറുള്ളൂ. അതുപോലെ 2-3 ദിവസം കഴിഞ്ഞ ശേഷം ഗ്രാജുവലായി കുറച്ചുകൂടെ സോഫ്റ്റ് ഡയറ്റ് കൂടി വന്ന് ഒരു 4 ആഴ്ച to 6 ആഴ്ച ഇത്രയും സമയം കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു വളരെ റെഗുലറായ രീതിയിലുള്ള ഇപ്പോൾ കട്ടിയുള്ള എല്ല് അതുപോലുള്ള വസ്തുക്കൾ കഴിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം സാധാരണ രീതിയിലുള്ള ഭക്ഷണമെല്ലാം കഴിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പേഷ്യൻറ്റിന്. നമ്മൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖത്തിന് ഷേപ്പ് തിരിച്ചു കിട്ടുമോ, അതോ അതിനുശേഷം പിന്നീട് കാലങ്ങളെടുക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം ഇതൊരു അതിൻ്റെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും നാച്ചുറലായിട്ടും. ഒരാഴ്ച തൊട്ട് 2 ആഴ്ച വരെ അതിൻ്റെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അതുമാത്രമല്ല നമ്മളിപ്പോൾ പുതിയൊരു നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ, കേൾക്കുന്നു. എൻ്റെ പേര് സജിത്ത്. പറഞ്ഞോളൂ സജിത്ത്.
സാർ എന്റെ മുഖത്തിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുത്ത് ഇങ്ങനെ പാട് ഫുള്ളായിട്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷയത്തിൽ നിന്ന് മാറിയാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ത്വക്ക് രോഗ വിദഗ്ധനെ കാണിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഞാൻ വിഷയം കൈകാര്യം ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇന്നത്തെ വിഷയത്തിൽ നിന്ന് മാറിയത് കൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും അഭികാമ്യം. പറഞ്ഞത് എത്ര നാൾ കൊണ്ട് മുഖത്തിന് ഷേപ്പ് കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു ഒരു പൊസിഷനിലേക്കാണ് ഈ താടിയിൽ മാറ്റി വെക്കുന്നത്. പക്ഷേ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ, അതായത് നമ്മുടെ സ്കിന്നും അതുപോലുള്ള അനുബന്ധമായ മ്യൂക്കോസ ഇതെല്ലാ കാര്യങ്ങളും ഈ പുതിയൊരു പൊസിഷനിൽ ഈ താടിയിൽ വന്നതിനോട് ഫോളോ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ആദ്യം താടിയിൽ മാറ്റി വെച്ച ശേഷം അതിനോട് അഡാപ്റ്റ് ആവാനായിട്ടുള്ളൊരു സമയമുണ്ട്. ഒരു 3 മാസം to 3 months to 4 months ആകുമ്പോഴേക്കും ഈ പുതിയ ഒരു താടിയലിൻ്റെ പൊസിഷനിലേക്ക് നമ്മുടെ നാക്കും അതുപോലെ പല്ലുകളും അനുബന്ധ സ്ട്രക്ചേഴ്സ് സ്കിന്നും എല്ലാം ഇതിനോട് ഒരു താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. അപ്പം ഒരു 3 monthsനുള്ളിൽ നമ്മൾ വ്യക്തമായ ഒരു യഥാർത്ഥത്തിലുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. കാരണം അതിനു മുമ്പ് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം സർജറിയുടെ റിസൾട്ട് എന്നിരുന്നാലും പൂർണ്ണമായൊരു വ്യത്യാസം മുഖത്ത് അറിയണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മുഖവൈകല്യവും കൂർക്കം വലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കൂർക്കം വലി താടിയിൽ വളരെ പുറകോട്ടിരിക്കുന്നവർക്ക്, വളരെ ചെറിയ താടിയിലുള്ളവർക്ക്, അതുപോലെ കഴുത്തിന് വീതി കൂടുതലുള്ളവർക്ക്, നമുക്കറിയാം കഴുത്തിന് വീതി കൂടുതലുള്ളവർക്ക് കൂർക്കം വലിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ താടിയിൽ വളരെ ചെറുതായി ഞാൻ നേരത്തെ പറഞ്ഞ സിൻഡ്രോമുള്ള പിയർ റോബിൻ സിൻഡ്രോമുള്ള കുട്ടികളെ പോലെ തന്നെ വളരെ ചെറിയ താടിയിലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോഴും ഈ ടങ്ങിൻ്റെ സ്പേസ് വളരെ കുറവായിരിക്കും. അപ്പം എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ഒരു എയർവേ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പൊതുവേ ഒരു കൂർക്കം വലിക്കാൻ ടെൻഡൻസി താടിയിൽ പുറകോട്ടുള്ളവർക്ക് ഇങ്ങനെ ചെറുതായിട്ടുള്ളവർക്ക് കൂടുതലാണ്. ഈ കൂർക്കം വലിക്ക് ഈ കാരണം കൊണ്ടുണ്ടാകുന്ന കൂർക്കം വലിക്ക് ഒരു ചികിത്സ തന്നെയാണ് താടിയിൽ മുന്നോട്ട് വെക്കുന്ന സർജറി. ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി ഇത്രയും നേരം ഇവിടെ വന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചതിന്. ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.